ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നു നോക്കിയപ്പോ നമ്മളെ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹലോ, ഡോക്ടർ ഖലീലുർ റഹ്മാൻ. ഒരു ഹെൽത്തി ഹാർട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചിരിക്കൂ ചിരിക്കൂ ചിരിക്കൂ. ചിരിച്ചാൽ മരിക്കോ? അതാണ് ചിരിച്ച് മരിക്കുക. ഈ മനുഷ്യന്റെ ഹൃദയം കോഴിക്കോട്ടുകാരെ കണ്ടു പഠിക്കേണ്ട ഇത് നമ്മളിപ്പോ ഹൃദയം തുറന്ന് റിസർച്ച് നടത്തിയാല് കോഴിക്കോട് ഏറ്റവും കോഴിക്കോട്ടുകാരാണ് ഏറ്റവും ഈ ലോകം നടക്കുന്നവരാരാണ്? കോഴിക്കോട്ടുകാര്. അല്ല, അഴകിൻ ചേലുള്ള നമ്മളെ കോഴിക്കോട്. മരിച്ചാലും കണ്ണ് കോഴിക്കോട്ടിലാണ്. റാവുജി പണ്ട് ബീച്ചിലൂടെ ബർമുഡിട്ട് നടന്നപ്പോ കോഴിക്കോട്ടുകാര് നോക്കി ചിരിച്ചു. ഇന്ന് ഓരോ കോഴിക്കോട്ടുകാരും ഞാനിട്ട് നടക്കുന്നില്ല. അതാണ് ചിരി അതന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച് ആൾക്കാർ ചിരിക്കും, നാളെ ലോകം മുഴുവനും ചിരിക്കും. അതാണ് ചിരിയുടെ പ്രാധാന്യം ബോധ്യമാവുന്ന ഒരു ദിവസം വരും. ഇപ്പം ടെൻഷൻ കൊണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൂസൈഡ് ചെയ്തു. എന്തിനു സൂസൈഡ് ചെയ്യാൻ? ടെൻഷൻ എടുക്കാൻ പഠിക്കണോ? PGക്ക് പഠിക്കുന്ന ഭൂരിഭാഗം ഡോക്ടേഴ്സിൽ 50% ആത്മഹത്യാ മൈൻഡുമായിട്ടാണ് നടക്കുന്നത്. ഡോക്ടേഴ്സ് PGക്ക് പഠിക്കുന്നവര് ആത്മഹത്യാ മൈൻഡുമായിട്ട്. ഈ ഒരു വേളയിലാണ് ചിരി. ഞാൻ പറയുന്നത് PGന്റെ വേറൊന്ന് റോഡ് റേജ്. ഒരാളിങ്ങനെ പാസ് ചെയ്ത് പോയാല് വേറെ എവിടെയാണ് ഇങ്ങനെയാക്കി കഴിയുക. നമ്മള് പറയും മോനെ പോയി ചീത്ത പറയും, എവിടെ നോക്കിയിട്ടാണ് പോകുന്നത്. അല്ല, ഞാൻ പറയുന്നത് PGയുടെ ലെക്ചർ തുടങ്ങുമ്പം ആദ്യം 1 മിനിറ്റ് ചിരിക്കുക. അതല്ല, ജനഗണനല്ല, അത് കഴിഞ്ഞ് ചിരിക്കുക. അതോടുകൂടി നോ പ്രോബ്ലം. അല്ല, ലാഫിംഗ് ഡോക്ടർ തന്നെ പണ്ട് കുറെ ഡോക്ടർ സീരിയസ് ഇംഗ്ലീഷ് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ചിരിക്കുന്ന ഡോക്ടർ നിങ്ങളെ കണ്ടിട്ട് എന്താണെന്ന് അറിയാം? നമ്മുടെ മലയാളികളുടെ മദൻ കഠാരിയ 97 തുടങ്ങിയതാണ് സാറേ പരിപാടി. ചിരിക്കുന്ന പരിപാടി. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലവ് ഈസ് ബ്യൂട്ടിഫുൾ. ഹാർട്ട് ഈസ് ബ്യൂട്ടിഫുൾ. ഹെൽത്ത് ഈസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ എന്നിട്ട് ഫ്രം പയ്യന്നൂർ കോളേജ്. അന്ന് ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ആ ഒരു പാട്ടുണ്ടല്ലോ, പയ്യന്നൂർ കോളേജ്. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ. ദാവണി പ്രായത്തിൽ പാതി വിരിഞ്ഞ നീ. പൂന്തേന തെരുവത്തിൽ അമ്മയായി അമ്മൂമ്മയായി. തമിഴ്നാടിലെ ലാഫ്രിയോഗ അംബാസിഡർ എന്നാ പറയുന്നത്? തമിഴ്നാട്ടുകാരെ ചിരിപ്പിക്കല്ലോ. കാസർഗോഡ് നീലേശ്വരം, കേരളത്തിന്റെ വടക്കേ മലബാറിലെ ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്ന് സാംസ്കാരികമായ കേന്ദ്രത്തിൽ നേരുന്നത്.
വെരി ഗുഡ്. അവരുടെ സൗണ്ട് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് സിംഹമുദ്ര. സിംഹമുദ്ര നമ്മൾ നാക്ക് ഫുള്ള് പുറത്തേക്കിട്ടിട്ട് ഫുൾ പുറത്തേക്കിട്ടിട്ട് ചിരിക്കുക. ഒരു സിംഹത്തിന്റെ One more time. ഡെവലപ്പ് ചെയ്ത് അവസാനം ഭയങ്കര പൊട്ടിച്ചിരിയായിട്ട് മാറും. ഉപ്പിലാ പ്രയോഗ അല്ലേ? നല്ല സൂപ്പ് ഇങ്ങനെ കുടിച്ച് ചൂടറി എന്താ Please. Join. Breathe in. നമ്മുടെ ഗിരിധർ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്. സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ധീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട്. ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവും പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടാളും അവസാന നിമിഷത്തില്ല പിന്നെയും ബൈ ബൈ. അതെ അതെ. ഒരു മാനത്തിൽ ഒളിച്ചിരിക്കുന്നു ഇന്നലെ. ഒരു കണ്ടീഷനൊക്കെ നോക്കിയപ്പോ കാസർഗോഡ് ആകെ പൊളിച്ചിരുന്നല്ലേ. അവസാന നിമിഷത്തിൽ കാസർഗോഡ് ഒരു ഗോൾ അടിച്ചു. കാസർഗോഡിനെ ചിരിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന രണ്ട് മഹിളകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനെ ചിരിപ്പിക്കും തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് മൊത്തം ചിരി പടർത്തും. കാസർഗോഡിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്, ലാഫർ യോഗ അംബാസിഡേഴ്സ്. ഞാൻ കഴിഞ്ഞ വർഷം സർട്ടിഫൈഡ് ലാഫ്റ്റർ യോഗ ട്രെയിനറാണ്. ഇപ്പൊ വീണ്ടും ആയി, ഒന്നുകൂടി സർട്ടിഫൈഡ് ആയി എടുത്തിട്ടുണ്ട് ലാഫ്റ്റർ യോഗയുടെ. അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് 1-2 ട്രെയിനിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിഖിൽസ് ലാഫോളജി. നിഖിൽസ് ലാഫോളജി. അപ്പൊ കഴിഞ്ഞ എല്ലാവരും അത് ഫോളോ ചെയ്യാം.